എണ്ണയില്ലായിരുന്നു. പിന്നെയും പ്രവാചകൻ ചോദിച്ചു, എന്തേ ആയിഷ വിളക്ക് കത്തിക്കാത്തത്? യാ റസൂലല്ലാഹ്, എണ്ണയില്ല നബിയേ, വിളക്കിന്റെ അകത്ത് വെടിക്കാനുള്ള എണ്ണ പോലും ഈ വീടിന്റെ അകത്തില്ല നബിയേ. പ്രവാചകൻ മറ്റുള്ള ഭാര്യമാരുടെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അവിടെ നിന്ന് കിട്ടിയ എണ്ണ കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെ വീടിന്റെ അകത്ത് വിളക്ക് കത്തിച്ചു. റബ്ബേ, പ്രവാചകൻ വല്ലാത്ത രോഗം പിടിച്ചിങ്ങനെ കിടക്കുകയാ. പെട്ടെന്ന് റസൂലുള്ള വിളിച്ചു, ആയിഷ അടുത്തേക്ക് വാ ആയിഷ, ഇന്ന സ്ഥലത്ത് 7 ദിർഹം ഇരിക്കുന്നുണ്ട്, എടുത്തുകൊണ്ടുവാ ആയിഷ. 7 ദിർഹം അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കൊണ്ടുവെക്കുമ്പോ പ്രവാചകനെ കരയുകയാണ്. എന്തേ നബിയെ കരയുന്നത്? ആയിഷ, ഇതെന്റെ വീടിന്റെ അകത്ത് ഇരിക്കുന്ന സമയത്താണ് ഞാൻ മരിക്കുന്നതെങ്കിൽ രക്ഷപ്പെടൂലല്ലോ ആയിഷ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കുക ആയിഷ. തന്റെ വീടിന്റെ അകത്തിരുന്ന അവസാനത്തെ 1 രൂപയും അല്ലാഹുവിന്റെ റസൂൽ സദഖ കൊടുത്തു. ഒന്നുമില്ലായിരുന്നു സഹോദരാ. റബീഉൽ അവ്വൽ 12 സുബഹിക്ക് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ കർട്ടനും മാറ്റി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല കർട്ടനങ്ങ് മാറ്റുകയാ. പ്രവാചകൻ ഓരോ സഹാബികളെയും നോക്കുകയാണ്. ഓരോ സഹാബികളുടെ മുഖത്ത് നോക്കിയിട്ട് പ്രവാചകൻ ഇങ്ങനെ സലാം പറയുകയാ. എല്ലാവരുടെ മുഖത്ത് നോക്കിയിട്ട് പ്രവാചകൻ ഒന്ന് ചിരിക്കുകയാണ്. റബ്ബേ, ളുഹായിന്റെ സമയമെത്തി, ളുഹായിന്റെ സമയമെത്തി. അല്ലാഹുവിന്റെ പ്രവാചകന് പെട്ടെന്ന് രോഗമങ്ങ് കൂടുകയാണ്. റസൂലുള്ളാഹിന്റെ രോഗമങ്ങ് കൂടുകയാ. പൊന്നുമോളെ അടുത്ത് വിളിച്ചു, ഫാത്തിമ, എല്ലാ റമളാനിലും വാപ്പ ഒരു പ്രാവശ്യം ഖുർആൻ ജിബ്രീലിനെ ഓതി കേൾപ്പിക്കാറുണ്ട്. ഈ പ്രാവശ്യം 2 പ്രാവശ്യം ഓതി കേൾപ്പിച്ചു ഫാത്തിമ. വാപ്പായിക്ക് പോകാ സമയമായി ഫാത്തിമ. വാപ്പ പോകുകയാണെന്ന് പറയുമ്പോ തന്റെ പൊന്നാര മകളിരുന്ന് കരയുകയാണ്. കരയുന്ന മകളെ രണ്ടാമതും അടുത്ത് വിളിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, ഫാത്തിമ, വാപ്പയ്ക്ക് പുറകെ ആദ്യമായിട്ട് വരുന്നത് നീയാ മോളെ. അല്ലാഹുവിന്റെ റസൂൽ പൊന്നുമോളെ ഉപദേശിച്ചു, ആയിഷ ബീവിയെ ഉപദേശിച്ചു, പ്രവാചകന്റെ ഭാര്യമാരെ ഉപദേശിച്ചു, എല്ലാവരോടും പൊരുത്തം ചോദിച്ചു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. പെട്ടെന്ന് പ്രവാചകന്റെ രോഗമങ്ങ് കൂടുകയാണ്. റസൂലുള്ള വീടിന്റെ അകത്ത് തളർന്നു കിടക്കുമ്പോ വീടിന്റെ കവാടത്തിൽ അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. പ്രവാചകന്റെ കുടുംബമേ, ഒന്ന് വാതിൽ തുറക്കുമോ? ഫാത്തിമ ബീബി പറയുന്നു, ഇല്ല, എന്റെ ഉപ്പയ്ക്കൊട്ടും സുഖമില്ല, എന്റെ വാപ്പയ്ക്ക് അനങ്ങാ പോലും വയ്യ, രോഗം പിടിച്ചിട്ട് വേദന സഹിക്കാൻ കഴിയാതെ എന്റെ ഉപ്പ കിടന്ന് പിടയുകയാ. നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുമോ? ഫാത്തിമ ബീവി ഇരുന്ന് കരയുകയാണ്. കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. ഫാത്തിമ ബീവി എപ്പോഴും വിളിച്ചു പറഞ്ഞു, എന്റെ ഉപ്പ രോഗിയാണ്, സംസാരിക്കാൻ കഴിയില്ല, വാപ്പ തളർന്നു കിടക്കുകയാ, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ? കുറെ സമയം കഴിഞ്ഞു. മൂന്നാമതും സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, അസ്റായിലാണ് മോളെ, വാതിൽ തുറക്കൂ ഫാത്തിമ. മലക്കുൽ മൗത്ത് കടന്നു വരികയാ. ലോകത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് മലക്കുൽ മൗത്ത് കടന്നു വന്നു. അവിടുന്ന് ദുനിയാവ് വേണോ ആഖിറം വേണോ? റസൂലുള്ള പറഞ്ഞു, എനിക്ക് ആഖിറം വേണം. കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. ലോകത്തിന്റെ നേതാവിന്റെ കാലിന്റെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കുമ്പോ പ്രവാചകൻ കിടന്ന് പിടയുകയാ. അല്ലാഹുവിന്റെ റസൂൽ കിടന്ന് പിടയുകയാ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്. റസൂലുള്ള കൈകാലുകൾ അനക്കുന്നുണ്ട്. റസൂലുള്ളാഹിന് മരണവേദന സഹിക്കാൻ കഴിയാതെ അവിടുന്ന് വിളിച്ചുപോയി, അസ്റായിലേ, ഒന്ന് പതുക്കെ പിടിക്ക അസ്റായിലേ
എന്തൊരു വേദനയാ അസ്റായീൽ, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കിതിനെക്കാളും മയമായിട്ട് പിടിക്കാൻ അറിയില്ല നബിയേ, എന്റെ കൈവിറയ്ക്കുന്നു നബിയേ. ഇന്നുവരെ ഒരാളുടെയും റൂഹ് പിടിക്കുമ്പോ എന്റെ കൈവിറച്ചിട്ടില്ല നബിയേ, ഇന്നെന്റെ കൈവിറയ്ക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് ഇങ്ങനെ പിടിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ കിടന്നു പിളയുകയാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ തലയെടുത്ത് മടിയിൽ വെച്ചു. അതാ വെള്ളത്തിന്റെ അകത്ത് തുണി മുക്കിയിട്ട് പ്രവാചകന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ഇങ്ങനെ തുടയ്ക്കുകയാണ്. എല്ലാവരും ചാരത്ത് നിന്ന് കരയുകയാ. അല്ലാഹുവേ, അവസാനം റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ ലോകത്തിന്റെ നേതാവുണ്ടല്ലോ, ലോകത്തിന്റെ നേതാവുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, തന്റെ ചാരത്തിരിക്കുന്ന അതാ അടുത്ത് കൊണ്ടുവച്ചിരിക്കുന്ന വെള്ളപാത്രത്തിന്റെ അകത്തേക്ക് റസൂലുള്ള കൈയിടുകയാ. വെള്ളത്തിന്റെ അകത്ത് കൈമുക്കിയിട്ട് പ്രവാചകൻ ആ വെള്ളം കോരിയിട്ട് തന്റെ മുഖം ഇങ്ങനെ തുടയ്ക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടന്ന് പറഞ്ഞു, ആയിഷ, ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയായിഷ. അല്ലാഹുവിന്റെ പ്രവാചകം പോലും അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയെങ്കിലോ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഉപ്പമാരെ, ചെറുപ്പക്കാരാ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ റസൂല് പോലും മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന് പിടഞ്ഞു പോയെങ്കിൽ എന്റെയും നിങ്ങളുടെയും അവസ്ഥയെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? നമ്മുടെ മരണരംഗമെന്തേ ആലോചിക്കാത്തത്? നമ്മളും മരിക്കേണ്ടവരാണല്ലോ. റസൂലുള്ളാഹിന്റെ വഫാത്ത് ഇങ്ങനെയായിരുന്നെങ്കിൽ, അല്ലാഹുവേ, പാപങ്ങൾ ചെയ്യുന്ന, കണ്ണുകൊണ്ട് നോക്കുന്നത് പാപമാണ്, ചെവി കൊണ്ട് കേൾക്കുന്നത് പാപമാണ്, നാവ് കൊണ്ട് പറയുന്നത് പാപമാണ്, കൈ കൊണ്ട് പിടിക്കുന്നത് പാപമാണ്, കാലുകൊണ്ട് നടക്കുന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമാണ്. ഓരോ ദിവസവും കോടാരി കോടി പാപം ചെയ്യുന്ന നമ്മുടെ മരണമല്ലാ ഇങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തിന്റെ നേതാവ് തന്റെ ഭാര്യയോട് പറയുന്നു, മരണത്തിന് വല്ലാത്ത വേദനയാ, തയ്യാറെടുക്കടേ വാപ്പാ, തയ്യാറെടുക്കടേ ചെറുപ്പക്കാരാ, തയ്യാറെടുക്കടേ പെങ്ങള്. അവസാനം അവിടെ നിന്ന് റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രവാചകൻ ആയിഷ ബീവിയുടെ നെഞ്ചത്തിങ്ങനെ ചാരിക്കിടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൂടപ്പുറപ്പ് കടന്നു വരുന്നത്. കയ്യിലൊരു മിസ്വാക്കിരിക്കുന്നുണ്ട്. പ്രവാചകൻ ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി, ആ മിസ്വാക്കിലേക്ക് നോക്കി. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് മിസ്വാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അത് വാങ്ങിയിട്ട് പ്രവാചകന്റെ കയ്യിൽ വെച്ചപ്പോ സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ കൈ അനങ്ങുന്നില്ല. സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വായ്ക്കകത്തേക്ക് അതെടുത്ത് വെച്ചിട്ട് പല്ലുകൊണ്ട് കടിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ. അവസാനം ആ റൂഹ് ഇങ്ങനെ തന്റെ അരകടിന് മുകളിലേക്ക് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വളർത്തുമകന് മഹാനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹിന്റെ വളർത്തുമകനാ, തന്റെ പൊന്നാര വളർത്തുമകനെ കാണുമ്പോ പ്രവാചകന് കൈ ഇങ്ങനെ അനക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കൈ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു, മോനെ ഉസാമ, വാപ്പ
വാപ്പയ്ക്ക് വേണ്ടി അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോരേ. അല്ലാഹു എന്റെ മരണമൊന്ന് എളുപ്പമാക്കി തരാൻ, അല്ലാഹു എന്റെ മരണമൊന്ന് എളുപ്പമാക്കി തരാൻ ഒന്ന് ദുആ ചെയ്യണേ എന്ന് ആംഗ്യം കാണിച്ചു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വാക്ക് പറയാൻ എനിക്കൊണ്ട് കഴിയില്ല, വാക്ക് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് നിർത്തുകയാണ്. ഈ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിൽ ഒരുമിച്ച് കൂടിയവരെ ഒന്നേ പറയാറുള്ളൂ, ഒന്നേ പറയാറുള്ളൂ. എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല, ഏത് കോലത്തിലാ വരുന്നതെന്നറിയില്ല. മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കാൻ പേടിയാ, മരണവേദന സഹിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തി മൃഗങ്ങൾ വലിക്കുന്നത് പോലെ വലിച്ചു വലിച്ച് കണ്ണ് തള്ളിയിട്ട് വായിലും വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് അല്ലാഹുവേ ഞങ്ങളുടെ മരണം നീ എളുപ്പമാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ മരണവേദന കുറച്ച് തരണേ അല്ലാ. അതുകൊണ്ട് ഒരുങ്ങിക്കോ, മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ മുഴുവനും ചെയ്തിട്ട് മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ. 10 സ്വലാത്ത് പറഞ്ഞിട്ട് പുണ്യനബിയുടെ പേരിൽ 10 സ്വലാത്ത് പറയുമ്പോ അത് ലക്ഷക്കണക്കിന് സ്വലാത്താകും അല്ലാഹ്.